KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അദ്ദേഹം പേരാവൂരിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിയെ മത്സരിക്കും. അപ്പോൾ KPCCക്കൊരു പകരക്കാരനായ അധ്യക്ഷൻ വരും. അത് പകരക്കാരനായിരിക്കില്ല, മറിച്ചൊരു സ്ഥിരം അധ്യക്ഷൻ തന്നെയായി മാറാനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് UDFന്റെ ഒരു മിനിസ്ട്രി വന്നാൽ സണ്ണി ജോസഫ് അതിൽ മന്ത്രിയാവാനുള്ള സാധ്യതയും ചെറുതല്ല. പക്ഷേ ആ നീക്കം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അത് മാറുകയാണ്. സണ്ണി ജോസഫ് തന്നെ തുടരും എന്ന തീരുമാനമാണ് കഴിഞ്ഞ ദിവസം വന്നത്. യഥാർത്ഥത്തിൽ ഈ തീരുമാനമുണ്ടാകുന്നതിന് കാരണം ഒരു പകരക്കാരനെ കണ്ടെത്തുന്നതിലെ പ്രതിസന്ധിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നതാണ് സാഹചര്യം. സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് അധ്യക്ഷനെ കണ്ടെത്താൻ കഴിയാത്തതാണ് കോൺഗ്രസിന് ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാക്കിയത്. VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന് തെരഞ്ഞെടുപ്പ് പര്യടനം നയിക്കുന്ന സാഹചര്യവും സണ്ണി ജോസഫ് ഡൽഹിയിലെ കൂടിക്കാഴ്ചയിൽ ദേശീയ നേതൃത്വത്തോട് വിശദീകരിച്ചു. അങ്ങനെയാണ് സണ്ണി ജോസഫ് തന്നെ തുടരട്ടെ എന്നൊരാലോചനയിലേക്ക് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പരിഗണന തനിക്കും നൽകണമെന്ന ആവശ്യമാണ് സണ്ണി ജോസഫ് മുന്നോട്ട് വെച്ചത്. ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാകും അധ്യക്ഷനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ഹൈക്കമാൻഡ് കടക്കുക എന്നതാണ് സൂചന. യഥാർത്ഥത്തിൽ എന്താണ് ഈ പ്രതിസന്ധി എന്ന കാര്യം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ പകരക്കാരനെ കണ്ടെത്തുന്ന പ്രതിസന്ധി അധ്യക്ഷൻ്റെ പദവിക്കായി അവകാശവാദം ഉന്നയിച്ചത് ആരൊക്കെ എന്നതടക്കമുള്ള വെല്ലുവിളികൾ കൂടി നമുക്ക് പരിശോധിക്കാം. നോക്കൂ, പകരക്കാരനെ കണ്ടെത്തുന്നതിൻ്റെ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ കുഴച്ച ഒരു പ്രതിസന്ധിയുടെ കാരണം. അവകാശവാദം ഉന്നയിച്ചു എത്തിയത് 5 പ്രമുഖരാണ്. ദളിത് പ്രാതിനിധ്യം അവകാശപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് വന്നു. ഒപ്പം ആന്റോ ആന്റണി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ആന്റോ ആന്റണിക്ക് തിരിച്ചടിയായത് രാഷ്ട്രീയ വിവാദങ്ങളാണ്. KC വേണുഗോപാലിൻ്റെ പിന്തുണ ഒടുവിൽ സണ്ണി ജോസഫിന് കിട്ടി എന്നതുകൂടിയാണ് സാഹചര്യം. നമുക്ക് ഡാൻ കുര്യനാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഡാൻ, ഗൗരവമുള്ള ആലോചനകളാണ്. സണ്ണി ജോസഫിന് അപ്പുറം ഒരു പകരക്കാരൻ, അയാൾ പിന്നെ സ്ഥിരമാക്കപ്പെടുക എന്നത്. കോൺഗ്രസ് ഇത് ഉപേക്ഷിച്ചതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തായിരുന്നു? ഒപ്പം അവകാശവാദങ്ങൾ ഉന്നയിച്ചത് അവർക്ക് മുന്നിൽ പ്രതിവാദങ്ങൾ എന്തൊക്കെയാണ് നിരത്തപ്പെട്ടത്? നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്ന് വീണ്ടും ജനവിധി തേടുന്ന ഒരു സാഹചര്യത്തിലാണ് KPCC അധ്യക്ഷന്റെ ചുമതല മറ്റൊരാൾക്ക് മുഴുവൻ സമയവും കൈമാറണം എന്ന ആശയം, അത്തരത്തിലൊരു ചർച്ച കോൺഗ്രസ് കേന്ദ്രത്തിൽ സജീവമായത്. അങ്ങനെ ചർച്ചകൾ നടക്കുമ്പോഴാണ് 5 പ്രധാനപ്പെട്ട നേതാക്കൾ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രമുഖർ കൊടിക്കുന്നിൽ സുരേഷ് MP, അതോടൊപ്പം ആന്റോ ആന്റണി MP, അതോടൊപ്പം KC ജോസഫ്, PJ കുര്യൻ, ഇങ്ങനെ നീളുന്ന 5 പേരുടെ ഒരു ക്ലെയിമാണ്. 5 പേരാണ് ഈ ചർച്ചകളിൽ നിലനിന്നിരുന്നത്. അതിൽ തന്നെ ആന്റോ ആന്റണി ഒരു തവണ വളരെ അപ്രതീക്ഷിതമായി അധ്യക്ഷ സ്ഥാനം നഷ്ടമായ ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറെ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളാണ് അദ്ദേഹത്തിന് മുമ്പിൽ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യമുണ്ടായത്. പിന്നീടാണ് ആ ചർച്ചകൾ കൊടിക്കുന്നിൽ സുരേഷിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ കൊടിക്കുന്നിൽ സുരേഷിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ ഒരു വിഭാഗം പ്രധാനപ്പെട്ട നേതാക്കളുടെ മുഴുവൻ പിന്തുണ ലഭിക്കുന്ന സാഹചര്യവുമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് നാടകീയമായ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഡൽഹിയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ ചർച്ചയ്ക്കായി വിളിപ്പിക്കുന്നു. അവിടെ ചർച്ച നടക്കുമ്പോൾ സണ്ണി ജോസഫ് തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോട്, മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളോട് സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടർന്നുകൊണ്ട് VD സതീശൻ കാസർഗോഡ് മുതൽ തുടരുന്ന യാത്ര, അത് വലിയ ആവേശത്തോടെ ഓരോ ജില്ലകളും പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അധ്യക്ഷ സ്ഥാനത്ത് തന്നെ തുടർന്നുകൊണ്ട് താനും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന ഒരു അഭിപ്രായം അദ്ദേഹം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിലേക്ക് വെച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. മാത്രവുമല്ല, ഇങ്ങനെയൊരു ഘട്ടത്തിൽ അധ്യക്ഷനെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ സാമുദായികമായ സമവാക്യങ്ങൾ പാലിക്കാൻ കഴിയാതെ, ആ സന്തുലനം പാലിക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യമുണ്ടാകും. അത് സഭാ നേതൃത്വങ്ങളെ വീണ്ടും ചൊടിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തും. അതുകൊണ്ട് എടുത്തടിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്ന കാര്യം സണ്ണി ജോസഫ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നേതൃത്വം കണക്കിലെടുത്തു എന്ന് മാത്രമല്ല, KC വേണുഗോപാലിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ കൃത്യമായി ഉറപ്പിക്കാൻ സണ്ണി ജോസഫിന് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വിജയകരമായി മാറിയത്. അതോടൊപ്പം നിലവിൽ ഈ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്ന 5 പേരിൽ ആരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാലും മറ്റ് നേതാക്കൾ അതിൽ വിയോജിപ്പ് അറിയിക്കുന്ന സാഹചര്യമുണ്ടാകും. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന് പാർട്ടി തയ്യാറെടുക്കുന്നതിനിടയിൽ അങ്ങനെ അനാവശ്യമായ തർക്കങ്ങൾ ഉടലെടുത്താൽ അത് ഈ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സാഹചര്യമുണ്ടാകും. അതൊരിക്കലും ഭൂഷണമാകില്ല എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തൽസ്ഥിതി തന്നെ തുടരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക്, തൽക്കാലത്തേക്കെങ്കിലും അങ്ങനെയൊരു സ്ഥിതി തന്നെ തുടർന്നാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ്
ദേശീയ നേതൃത്വം എത്തിയത്. അതായത് UDF കേരളത്തിൽ അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇനി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു പകരക്കാരനെ കണ്ടെത്തുകയുള്ളൂ. കാരണം സണ്ണി ജോസഫ് സ്വാഭാവികമായി മന്ത്രിസഭയിൽ ക്ലെയിം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് എത്തുമെന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ ഇനി പകരം ഒരു അധ്യക്ഷനെ കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. അതുവരെ അത്തരം ഒരു ചർച്ചകളും വേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഡാൻ, ഒരു കാര്യമുള്ളത്, ഒരു പക്ഷേ വലിയ കയ്യേടി നേടുന്ന ഒരു തീരുമാനം അവർക്ക് പ്രഖ്യാപിക്കാമായിരുന്നല്ലോ. കൊടിക്കുന്നിൽ സുരേഷ് ഒരു ദളിത് മുഖത്തെ പാർട്ടിയുടെ സംസ്ഥാനത്തെ അധ്യക്ഷനായി പ്രഖ്യാപിച്ചാൽ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്നൊരു നീക്കമായിരുന്നു. മുമ്പും പലവട്ടം കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നതാണല്ലോ. എന്താണ് ഇത്തവണ കൊടിക്കുന്നിലിന് വെല്ലുവിളിയായിപ്പോയത്? ആ തീരുമാനം സാമുദായിക ഇക്വേഷൻസ് തകർക്കും എന്നതാണോ പ്രധാന പ്രതിസന്ധിയായത്? സാമുദായിക സമവാക്യങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിന് തടയിടാൻ ഒരു വിഭാഗം ശ്രമിച്ചത്. അവിടെ പ്രധാനമായി ഈ സാമുദായിക സമവാക്യങ്ങൾ തന്നെയാണ് എടുത്തു പറഞ്ഞത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കൊടിക്കുന്നിൽ സുരേഷ് കൃത്യമായി ഗാന്ധി കുടുംബവുമായും മറ്റ് ദേശീയ നേതാക്കളുമായും ഒക്കെ വ്യക്തിപരമായി ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു നേതാവാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ KPCCയുടെ അമരത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ കൊണ്ടുവന്നാൽ അവിടെ അദ്ദേഹം കൃത്യമായി നേരിട്ട് തന്നെ ആരെയും ആശ്രയിക്കാതെ നേരിട്ട് തന്നെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതായത് അദ്ദേഹത്തിന്റെ മേൽ ഒരു കൃത്യമായ ഒരു പിടി ഉറപ്പിക്കാൻ കഴിയാതെ വരും എന്ന ഒരു ആശങ്ക ഒരു വിഭാഗം നേതാക്കൾക്കുണ്ടായി. അതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷിന് വെല്ലുവിളിയായി മാറിയത്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ തൽസ്ഥിതി തന്നെ തുടരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എത്തിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ അദ്ദേഹത്തിന് മുമ്പിൽ സാധ്യതകൾ അടയുന്നില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം UDFന് അനുകൂലമാണെങ്കിൽ ഈ ചർച്ചകൾ വീണ്ടും അപ്പോൾ സജീവമാകും. ആ സാഹചര്യത്തിൽ വീണ്ടും ഇതേ അവകാശവാദം വീണ്ടും കൊടിക്കുന്നിൽ സുരേഷും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ സണ്ണി ജോസഫ് അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും എന്നാൽ അതേസമയം വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിൽ അദ്ദേഹം മാത്രമാണ് വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള സാധ്യതകൾ വെച്ച് മത്സരിക്കാതിരിക്കുന്നത്. AP അനിൽകുമാറും അതോടൊപ്പം തന്നെ PC വിശ്വനാഥും മത്സരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ആകെ അതിൽ അവശേഷിക്കുന്നത് ഷാഫി പറമ്പിൽ മാത്രമാണ്. ഷാഫി പറമ്പിൽ ഈ അധ്യക്ഷന്റെ ചുമതല അദ്ദേഹത്തിന് അധ്യക്ഷന്റെ ചുമതലകൾ അദ്ദേഹം പദവി നൽകിയില്ല എങ്കിൽ തന്നെ അദ്ദേഹമായിരിക്കും അത് നിർവഹിക്കുക. അങ്ങനെയെങ്കിൽ അതൊരു യുവാക്കൾക്കിടയിൽ അടക്കം അതിന്റെ ഒരു വൈബ്രൻസി ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തൽ കൂടി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനുണ്ട്. അത്തരം ചർച്ചകളാണ് സജീവമായിരിക്കുന്നത്. എന്തായാലും നിലവിൽ അധ്യക്ഷ സ്ഥാനത്ത് സണ്ണി ജോസഫ് തന്നെ തുടർന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തിയിരിക്കുന്നത്. ഡാൻ വ്യക്തമാക്കപ്പെടുന്നത് പോലെ, അതായത് സാങ്കേതികമായി സണ്ണി ജോസഫിനാണ് അധ്യക്ഷ സ്ഥാനമെങ്കിലും നിയന്ത്രണം, താൽക്കാലികമായ പ്രഖ്യാപനങ്ങളില്ലാത്ത ചില അധികാര കൈമാറ്റങ്ങൾ അവിടെ സംഭവിക്കും. അതിൽ സുപ്രധാന വ്യക്തി ഷാഫി പറമ്പിൽ തന്നെയായിരിക്കും ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഘടനയുടെ സുപ്രധാനമായ നിയന്ത്രണങ്ങൾ നടത്താൻ പോകുന്നത് എന്നതാണ് പൊതുധാരണ. അതാണിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ചില നീക്കങ്ങൾ നൽകുന്ന സൂചനകളും എന്നതാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസിന് സംസ്ഥാന ഭരണം കിട്ടിയാൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ KPCC അധ്യക്ഷ തലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ച ആളുകളുടെ പേരുകൾ ഒന്നുകൂടി ഉയർന്നു വന്നേക്കാം. അവിടെ ഉണ്ടാകുന്ന തർക്കങ്ങളും നീക്കങ്ങളും കണ്ടറിയണം. എന്തായാലും ഡാൻ സൂചിപ്പിക്കുന്നത് പോലെ കോൺഗ്രസിന്റെ ആലോചനകൾ അത് നിർണായകമാണ്. നമുക്ക് കാത്തിരിക്കണം ആ ആലോചനകളുടെ പൂർണ്ണതയ്ക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.